8-ാം തീയതിയിലത്തെ കാര്യം കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷയില്ല. എല്ലാ കുറ്റക്കാരാരാണെന്നും നിരപരാധികളാരാണെന്നും കുറ്റം പൂർണ്ണമായും തെളിയിക്കാത്തവരാരാണെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളതാണ്. അതിൽ ഒരാൾക്ക് മാത്രമേ ശിക്ഷയുടെ കാര്യമുള്ളൂ അല്ലേ, പൾസർ സുനി എന്ന് പറഞ്ഞ A1-ന്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് കോടതി അതാത് സെക്ഷൻ അനുസരിച്ചുള്ള അവർ കുറ്റം ചെയ്തതനുസരിച്ചുള്ള ശിക്ഷയാണ് ഈ കൊടുക്കുന്നത്. സുനിയെ സംബന്ധിച്ച് സുനി ഇപ്പോൾ 8 വർഷം എന്നത് 10 വർഷമായിട്ട് കണക്കാക്കപ്പെടും. ആൾ ശിക്ഷ അനുഭവിച്ചതാണ്. അതിനെ സംബന്ധിച്ച് കോടതി പറയും. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് പറയും എന്നതാണ്. ഇപ്പം നിങ്ങളോട് എല്ലാവരെയും കണ്ട സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. വ്യാപകമായ സൈബർ ആക്രമണം പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് എനിക്കെതിരായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചില സംഘടനകൾ, മറുനാടൻ മലയാളിയെ പോലുള്ള ആളുകൾ നിരന്തരമായിട്ട് പച്ചക്കള്ളങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ ഇത്ര വർഷം ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഈ കേസ് പൊരുതിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എന്നെ സഹായിച്ചില്ല എന്ന് ഞാൻ പറയില്ല. എപ്പോഴും നിങ്ങളുടെ കൂട്ടുണ്ടെന്ന് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അപ്പം ഈ നുണക്കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 250 യൂട്യൂബേഴ്സ് കേരളത്തിൽ നിന്ന് നിലവിലുള്ള മുഴുവൻ യൂട്യൂബേഴ്സിനെയും കയ്യിലെടുത്ത് വ്യക്തിപരമായി മനസ്സവാചി അറിയാതെ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങളോട് പറയണമല്ലോ. അത് നാളെ അവർ തുടരുമായിരിക്കും. തളർന്നു പോകരുത് നിങ്ങളെല്ലാവരും പറയുമ്പോഴും വ്യക്തിപരമായിട്ടുള്ള ആക്രമണം പറയണ നുണ. എന്താ UN-യുടെ സമര കാലഘട്ടത്തിൽ എന്താണ് നേഴ്സുമാരുടെ സമര കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി 4 വർഷം രാപ്പകലില്ലാതെ പണിയെടുത്ത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പണിയെടുത്ത ഒരാളാണ് ഞാൻ. ഇന്ന് നേഴ്സുമാർക്ക് എന്തെങ്കിലും അവകാശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ യുദ്ധം കൊണ്ട് കിട്ടിയതാണ്. നിങ്ങൾക്കറിയില്ല അമൃതയിൽ നേഴ്സുമാരെ തല്ലി ഇതാക്കിയ കാര്യങ്ങൾ. ആ തല്ലിയ രാത്രി പോലും അവിടെ നിന്ന് ഞാൻ മാത്രമല്ല, സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, CITU, INTUC അങ്ങനെ അടക്കമുള്ള സംഘടനകൾ പോലും അവിടെ നിന്ന് നേടിയെടുത്ത അവകാശങ്ങളാണ് അതെല്ലാം. എന്നിട്ട് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതല്ല പച്ചക്കള്ളമാണ്. പക്ഷെ ഒരു കാര്യം അപ്പം മനസ്സിലാക്കണം, ഈ ആളുകളെല്ലാം ഈ അതിജീവിതക്കെതിരായി ദിലീപിനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. എന്നെ ഇല്ലാണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് പുറത്തു വന്ന് എന്നെ പോലെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഫൈറ്റ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ എന്നെ ഇല്ലാണ്ടാക്കാണ്. നാളെ ഞാൻ ഉണ്ടാവുമെന്ന് നിങ്ങൾ നോക്കിന്നു. ഉണ്ടാവണല്ലോ. ഹാഷ് വാല്യൂവിന്റെ കാര്യം ഉണ്ടാവണം. ആ ഹാഷ് വാല്യൂമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി എൻ്റെ കോടതിയുടെ നിലപാട് പറയും. അത്തരം